ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS അഥവാ പരിസര പഠനം എന്ന വിഷയത്തിലെ മറ്റൊരു പുതിയ പാഠഭാഗമാണ് കേട്ടോ. അപ്പോൾ യൂണിറ്റ് 6 വരെ നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 7 ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ, 7ാമത്തെ യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നതും അതുപോലെ തന്നെ മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മിസ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ 7th യൂണിറ്റിൻ്റെ പേരെന്താണെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? നോക്കിക്കേ, നോ ദി ഡിറക്ഷൻസ് നോ അവർ ഹോംലാൻഡ്. എന്താണ് മക്കളെ? നോ ദി ഡിറക്ഷൻസ് നോ അവർ ഹോംലാൻഡ് എന്നതാണ്. മലയാളം മീഡിയത്തിലോട്ട് വരുമ്പോൾ എന്താണ് മക്കളെ നമ്മുടെ പാഠത്തിൻ്റെ പേര്? നോക്കൂ, ദിക്കറിയാം നാടറിയാം. എന്താണ്? ദിക്കറിയാം നാടറിയാം. ഓക്കെ മക്കളെ, അപ്പോൾ അതാണ് നമ്മുടെ 7th യൂണിറ്റ് അല്ലേ. നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകുന്ന സമയത്ത് മക്കൾക്ക് അവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ? എന്താണ്? റോഡിലൂടെ ഒരു അമ്മയും അതുപോലെ തന്നെ അവരുടെ മകളും കൂടി എന്ത് ചെയ്യാണ്? ഒരു സ്കൂട്ടറിൻ്റെ മുകളിൽ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ മക്കളെ, അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ അമ്മ എന്തോ ഒരു കാര്യം അവരുടെ മോളുടെ അടുത്ത് പറയുന്നുണ്ട്. എന്താണെന്ന് പറയുന്നത് നോക്കിക്കേ. ഡോട്ടർ, ഐ തിങ്ക് വി ഹാവ് ലോസ്റ്റ് അവർ വേ. എന്താണ് പറഞ്ഞത് മോളുടെ അടുത്ത്? മോളെ, നമുക്ക് വഴി തെറ്റി എന്നാ തോന്നുന്നത് അല്ലേ? അവരെവിടേക്കോ ദൂരെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ യാത്ര ചെയ്തപ്പോൾ അമ്മ മകളുടെ അടുത്ത് പറയാണ്, മോളെ നമുക്ക് വഴി തെറ്റി എന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു അല്ലേ? നമുക്കും ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ മക്കളെ? നമ്മളും നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരോടൊപ്പമൊക്കെ യാത്ര പോകുന്ന സമയത്ത് ഇത്തരത്തിൽ വഴിയൊക്കെ തെറ്റാറുണ്ട് അല്ലേ? അപ്പോൾ മക്കൾ എങ്ങനെയാണ് പിന്നെ കറക്റ്റ് വഴി കണ്ടുപിടിക്കാറുള്ളത്? എങ്ങനെയൊക്കെയാണ്? നമ്മൾ ചിലപ്പം ആളുകൾ അവിടെ പുറത്ത് ആളുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ അടുത്ത് ചോദിക്കൂ അല്ലേ? ഇപ്പം നമ്മൾ കൂടുതലായിട്ടും എന്താണ് ചെയ്യുന്നത്? മറ്റുള്ള ആളുകളോട് ചോദിച്ചറിഞ്ഞിട്ടാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ വേഗം എന്ത് ചെയ്യും? ഫോണിൽ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇടും അല്ലേ? നമ്മൾ അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണ്? നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോകുന്നത് അല്ലേ? എന്തിനാണ് നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഓൺ ചെയ്യുന്നത് മക്കളെ? ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്ത് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് എത്തേണ്ട കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും അല്ലേ? നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വേ ഒക്കെ നമുക്കത് കാണിച്ചു തരും. അതുപോലെ തന്നെ എത്ര ടൈം കൊണ്ടാണ് നമുക്ക് അവിടെ റീച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എന്ത് വഴി പറ്റും? ഈ ഒരു ഗൂഗിൾ മാപ്പ് വഴിയൊക്കെ നോക്കിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് കഴിയും അല്ലേ? ഓക്കെ മക്കളെ, അതിലേക്കൊക്കെയാണ് നമ്മൾ വരുന്നത് കേട്ടോ. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ് നമ്മളിപ്പം പഠിക്കുന്നത്. നോക്കിക്കേ, അപ്പം നമ്മൾ അമ്മ എന്താണ് മോളുടെ അടുത്ത് പറഞ്ഞത്? നമുക്ക് വഴി തെറ്റിയെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു അല്ലേ? അപ്പം നമ്മുടെ മോള് അവിടെ ഒരു സൊല്യൂഷൻ പറയുന്നുണ്ട്. എന്താണ്? ഷാൾ വി ചെക്ക് ദി GPS മോം? എന്താണ്? ഷാൾ വി ചെക്ക് ദി GPS മാം? ഇപ്പം നമ്മളെല്ലാവരും വൈഡ്ലി യൂസ് ചെയ്യുന്ന കാര്യമാണ് GPS എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് GPS നോക്കിയാലോ അമ്മേ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതായത് നമ്മളൊക്കെ ഇപ്പോൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ഫോണിൽ നോക്കിയിട്ട് നമ്മൾ മാപ്പ് നോക്കിയിട്ട് എന്ത് ചെയ്യുക? നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് പോവുക. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ മക്കൾക്ക് അവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ നോക്കുന്ന കാര്യമാണ് അല്ലേ? മാപ്പ് തുറക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലാണ് കാണുക. നമുക്ക് പോകേണ്ട വഴിയും അത് ഏതൊക്കെ റോഡിലൂടെയാണ് പോകുന്നത് വെച്ചാൽ അതിൻ്റെ പേരും അവിടെയുള്ള മറ്റിപ്പോൾ ഹോട്ടലുകളോ കാര്യങ്ങളോ ഹോസ്പിറ്റലോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് എന്തിൽ കാണാം? ഈ മാപ്പ് നോക്കിയാലായിട്ട് കാണാൻ പറ്റൂലേ? അതുപോലെ തന്നെ നമ്മൾക്ക് എത്ര സമയം എടുക്കും അവിടേക്ക് റീച്ച് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം നമുക്കതിൽ നിന്ന് മനസ്സിലാവും. പിന്നെ റോഡിൽ വേറെ എന്തെങ്കിലും തടസ്സം, അതായത് റോഡിൽ എന്തെങ്കിലും പണി നടക്കിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതെല്ലാം നമുക്ക് എന്തിൽ നിന്ന് മനസ്സിലാവും? ഈ മാപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ വഴി തെറ്റിയ അമ്മയ്ക്ക് എന്താണ് മകൾ സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തത്? നമുക്ക് GPS നോക്കിയാലോ അമ്മേ എന്നാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങളടുത്ത് അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ, യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ദി യൂസ് ഓഫ് GPS ടു ഫൈൻഡ് ദി വേ വൈൽ ഡ്രൈവിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. GPS ഫുൾ ഫോം എന്താണ് മക്കളെ? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നതാണല്ലേ GPS. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്കിപ്പം LSS എക്സാമിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. GPS ഫുൾ ഫോം എന്താ എന്നുള്ള കാര്യം മക്കൾ ഓർത്തിരിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളടുത്ത് ചോദിച്ചത് എന്താണ് മക്കളെ? യാത്ര ചെയ്യുമ്പോൾ വഴി കണ്ടെത്താൻ GPS ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ അല്ലേ മക്കളെ? നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഉപ്പയുടെ കൂടെ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെയൊക്കെ നമ്മൾ കാറിലോ ബൈക്കിലോ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ
അവരെന്ത് ചെയ്യാറുണ്ട്, ഇത് ഓൺ ചെയ്തിട്ട് നമ്മുടെ കയ്യിലൊക്കെ നോക്കാനൊക്കെ തരാറുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, ഇനി മക്കൾക്ക് ചെറിയൊരു നോട്ട് അവിടെ തന്നിട്ടുണ്ട്. എന്താണ് ഈ GPS എന്ന് വെച്ചാൽ, അതായത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചെറിയൊരു നോട്ട് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ നോട്ട് മക്കൾ നോക്കി വെക്കുക. എന്താണ് GPS-ൻ്റെ ഡെഫിനിഷൻ എന്നുള്ളത് മക്കൾ പഠിച്ചിട്ട് പോവാം കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS ഈസ് എ സാറ്റലൈറ്റ് ബേസ്ഡ് സിസ്റ്റം ദാറ്റ് provides users with information about the location and time എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒരിക്കൽ കൂടി നോക്കിക്കേ. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS ഈസ് എ സാറ്റലൈറ്റ് ബേസ്ഡ് സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ്സ് users with the information about the location and time. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൊക്കേഷൻ ആൻഡ് ടൈം. നോക്കിക്കേ മക്കളെ, GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നത് തത്സമയ സ്ഥാനം, സമയം എന്നിവ അറിയാൻ ഉപഗ്രഹ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. എന്തൊക്കെയാണ് മക്കളെ? തത്സമയ സ്ഥാനം, അതുപോലെ തന്നെ സമയം, ഇവയൊക്കെ അറിയാനായിട്ട് ഒരു ഉപഗ്രഹത്തിൻ്റെ അഥവാ സാറ്റലൈറ്റിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? GPS എന്ന് പറയുന്നത് അല്ലേ. ഒന്നുകൂടി പറഞ്ഞ മക്കളെ, GPS എന്ന് പറഞ്ഞാൽ നമ്മുടെ തത്സമയ സ്ഥാനം അല്ലെങ്കിൽ സമയം ഇവയൊക്കെ അറിയാനായിട്ട് ഒരു ഉപഗ്രഹത്തിൻ്റെ അഥവാ ഒരു സാറ്റലൈറ്റിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംവിധാനത്തിനെയാണ് GPS എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മക്കൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും എന്താണ് GPS എന്നതിൻ്റെ ഈ ഒരു ഡെഫിനിഷൻ പഠിക്കുക. അതുപോലെ തന്നെ GPS-ൻ്റെ ഫുൾ ഫോമും മക്കൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്കവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. നോക്കൂ. What were the methods we used to find the routes before GPS came to use എന്നാണ് ചോദിച്ചത്. എന്താണ് മക്കളെ? What were the methods we used to find out the routes before GPS came into use എന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ GPS നിലവിൽ വരും മുമ്പ് വഴി അറിയാനായിട്ട് നാം ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ എന്തൊക്കെയാവാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇപ്പം നമ്മൾ വൈഡ്ലി GPS ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. ആദ്യം നമ്മൾ വഴിയൊക്കെ അറിയാനായിട്ട് നമ്മളിപ്പോൾ അറിയാത്ത സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്താണ് മക്കളെ ചെയ്യാറുള്ളത്? ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്ത്? നോക്കിക്കേ, ബൈ ആസ്കിങ് അതേഴ്സിൽ, അതായത് നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യും, വഴി ചോദിക്കില്ലേ. മറ്റുള്ള ആളുകളോട്, അതായത് വഴിയിൽ കാണുന്ന ആളുകളോട് നമുക്ക് സംശയം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ആളുകളോട് നമ്മൾ ചോദിക്കില്ല, മറ്റുള്ള ആളുകളോട് നമ്മൾ ചോദിക്കും, ഇന്ന സ്ഥലത്തേക്ക് എങ്ങനെയാണ് പോവേണ്ടത്, ഏത് റൂട്ട് വഴിയാണ് പോവേണ്ടത്, അല്ലെങ്കിൽ എത്ര സമയമുണ്ട് ഇനി ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും അല്ലേ. പിന്നെ ഏതൊക്കെ വഴിയായിരുന്നു മക്കളെ നമ്മൾ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്? നോക്കിക്കേ, പിന്നെ ഒന്ന് നമ്മൾ ഫോളോയിങ് റോഡ് സൈൻസ് അല്ലേ. അതായത് നമ്മൾ റോഡിൽ നമുക്ക് കാണാമല്ലേ, ഇന്ന സ്ഥലത്തേക്ക് ഇത്ര കിലോമീറ്റർ ആണ്, അതുപോലെ ഇതുവഴിയാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാം അല്ലേ. ഒരു ആരോ മാർക്കൊക്കെ വെച്ചിട്ടില്ലേ, ഡിറക്ഷനൊക്കെ വെച്ചുകൊണ്ട് സ്ഥലത്തിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ഇത്ര കിലോമീറ്റർ ആണ് ഇനിയുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കുന്നത് മക്കൾ കാണാറുണ്ടല്ലോ. അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യ കാലങ്ങളിൽ അങ്ങനെയൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫോളോയിങ് റോഡ് സൈൻസ് അല്ലേ, റോഡിലൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സിഗ്നലും കാര്യങ്ങളൊക്കെ സൈൻ ബോർഡുകളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് നമ്മൾ കുറേ മുന്നേ, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കുറേ മുന്നെയൊക്കെ നമ്മൾ യൂസ് പേപ്പർ മാപ്സ് അല്ലേ. നമ്മൾ പേപ്പർ മാപ്പ് അല്ലേ, നമുക്കറിയാലോ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പേപ്പർ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാവൽ ചെയ്തിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളോട് അന്വേഷിച്ചിട്ട്, അതുപോലെ തന്നെ റോഡിൽ കാണുന്ന സൈനൊക്കെ നോക്കിയിട്ട്, പിന്നെ പേപ്പർ മാപ്പ് അല്ലേ, പേപ്പർ മാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ റൂട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. വഴി GPS സംവിധാനമൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ ദൂര സ്ഥലങ്ങളിലേക്ക്, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്ത സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് മറ്റൊരു നോട്ടിലോട്ട് പോകാൻ. നോക്കിക്കേ, ബിഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മോഡേൺ സിസ്റ്റംസ് we depended on directions in order to find out routes and to determine the location എന്നാണ് പറഞ്ഞത്. ഒന്നുകൂടി നോക്കിക്കേ മക്കളെ. ബിഫോർ ദി implementation of modern systems we depended on the directions in order to find out routes and to determine the location എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നോക്കിക്കേ, അതായത് നമ്മുടെ ഈ പുതിയ സംവിധാനങ്ങൾ നിലവിൽ വരുന്നതിന് മുമ്പ് വഴി കണ്ടെത്താനും സ്ഥാനം നിർണ്ണയിക്കാനും
ദിക്കുകളെയാണ് നാം ആശ്രയിച്ചിരുന്നത് അല്ലേ മക്കളെ? ഈ ദിക്കുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദിക്കുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പം എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ ഉപ്പുപ്പന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛച്ചന്മാരോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പറയുന്നത് കേൾക്കൂലേ, ആ ദിക്കിലേക്ക് വെക്കരുത് എന്നൊക്കെ പറയൂലേ. ഓക്കെ മക്കളെ, നിങ്ങൾ ഈ വടക്ക് അല്ലെങ്കിൽ അത് വടക്ക് ഭാഗമാണ്, ഇത് തെക്ക് ഭാഗമാണ്, തെക്ക് ഭാഗത്തേക്ക് വെക്കരുത്, അങ്ങനെയൊക്കെ പലതും നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകളൊക്കെ പറഞ്ഞത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഓക്കെ മക്കളെ, അപ്പം എന്തൊക്കെയാണ് ഡിറക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. വിച്ച് ആർ ദി ഡിഫറെൻറ്റ് ഡിറക്ഷൻസ് ദാറ്റ് യു നോ എന്നവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ദിക്കുകൾ ഏതെല്ലാം എന്നുള്ളൊരു ചോദ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, ഒന്ന് നമുക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ട്? യെസ്, കിഴക്ക് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ഏതൊക്കെയാണ് മക്കൾക്ക് അറിയുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. ഏതൊക്കെയാണ്? പടിഞ്ഞാറ് കേട്ടിട്ടുണ്ടല്ലേ. എന്ത് കേട്ടിട്ടുണ്ട് മക്കളെ? യെസ്, പടിഞ്ഞാറ് കേട്ടിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് വരാം കേട്ടോ. ആദ്യം നമുക്ക് മലയാളത്തിൽ പറയാം. മലയാളത്തിലും ഇംഗ്ലീഷൊക്കെ മക്കൾ പേര് പഠിക്കണം കേട്ടോ. അപ്പോൾ കിഴക്ക്, പടിഞ്ഞാറ്, പിന്നെ ഏതാണ്? യെസ്, തെക്കുണ്ട് അല്ലേ, തെക്കുണ്ട്. അതുപോലെ തന്നെ വടക്ക് അല്ലേ. എന്താണ് മക്കളെ? വടക്കുണ്ട് അല്ലേ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് അല്ലേ. ഓക്കെ മക്കളെ, പിന്നെ നമ്മൾ കിഴക്ക് നമ്മൾ എന്ത് പറയും? ഈസ്റ്റ് എന്ന് പറയില്ലേ, ഈസ്റ്റ്. പിന്നെ എന്താണുള്ളത്? വെസ്റ്റ്. എന്താണ് പറയുക? ഈസ്റ്റ്, വെസ്റ്റ്. പിന്നെയോ സൗത്ത് ഉണ്ട് അല്ലേ, സൗത്ത്. അതുപോലെ തന്നെ നോർത്ത്. ഇത്രയും ഡിറക്ഷൻസ് ആണുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ ഈ 4 ഡിറക്ഷൻ കേട്ടോ. ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത്. ഓക്കെ മക്കളെ, അപ്പം മക്കൾക്ക് അറിയണം. ഇനി ദിക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഓരോ കാര്യങ്ങളും പറയാനായിട്ട് പറ്റണം കേട്ടോ. അത് എങ്ങനെയാണ് ദിക്ക് നോക്കേണ്ടത്? ഇപ്പം പല കൂട്ടുകാർക്കും അറിയണ്ടായിരിക്കില്ല ഏതാണ് ഈസ്റ്റ് അല്ലെങ്കിൽ ഏതാണ് വെസ്റ്റ്, ഏതാണ് നോർത്ത് എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കില്ല അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് മക്കൾ ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ നോക്കിക്കേ, നമ്മുടെ സൺറൈസ് ചെയ്ത് വരുന്നത് മക്കൾ കണ്ടിട്ടുണ്ടോ? രാവിലെ സൂര്യൻ ഉദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മക്കളെ? യെസ്, പല ആളുകളും കണ്ടിട്ടുണ്ടായിരിക്കില്ലേ സൂര്യൻ ഉദിച്ചു വരുന്നത്. ഏത് ദിക്കിൽ നിന്ന് അഥവാ ഏത് ഡിറക്ഷനിൽ നിന്നാണ് സൂര്യൻ ഉദിച്ചു വരുന്നത് മക്കളെ? സൺ ഏത് ഭാഗത്തു നിന്നാണ് റൈസ് ചെയ്യുന്നത്? സണ്ണ് ഈസ്റ്റിലാണ് അഥവാ കിഴക്ക് ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? സൂര്യൻ ഉദിക്കുന്നത്. ഓർത്തിരിക്കുക, സണ്ണ് എവിടെയാണ് റൈസ് ചെയ്യുന്നത്? സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? ഈസ്റ്റ് അഥവാ കിഴക്ക് ദിക്കിലാണ് എന്ത് ചെയ്യുന്നത്? സൂര്യൻ ഉദിക്കുന്നത്. ഇനി നമ്മൾ എന്താ പറയുന്നത്? സൂര്യൻ ഉദിച്ചു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? സൺസെറ്റാണ് കേട്ടോ. അതായത് സൂര്യൻ അസ്തമിക്കുന്നത് എവിടെയാണ് മക്കളെ? എവിടെയാണ്? പടിഞ്ഞാറ്, വെസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? സൂര്യൻ അസ്തമിക്കുന്നത്. അപ്പോൾ എവിടെയാണ് സൂര്യൻ ഉദിക്കുന്നത്? കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത്. എവിടെയാണ് അസ്തമിക്കുന്നത്? പടിഞ്ഞാറാണ് അസ്തമിക്കുന്നത്. ഇനി ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് വരുന്ന സമയത്ത് എവിടെയാണ് സൺറൈസ്? ഈസ്റ്റിലാണ്. അതുപോലെ തന്നെ സൺസെറ്റ് ഏത് ഭാഗത്താണ്? വെസ്റ്റിലാണ് വരുന്നത്. അത് രണ്ട് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ഷൻസ് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്തുക എന്നുള്ളത് നോക്കുക കേട്ടോ. നോക്കിക്കേ മക്കളെ, ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ദിക്കുകൾ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പറയുക എന്നുള്ളത് നോക്കാനാണ്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു സൂര്യൻ ഉദിക്കുന്ന ഭാഗം എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു മക്കളെ. സൺറൈസ് എവിടെയാണ്? യെസ്, ഈസ്റ്റിലാണ് അഥവാ കിഴക്കാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ആദ്യം നമുക്ക് ഇംഗ്ലീഷിൽ പറയാം കേട്ടോ. അപ്പം ഈസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? സൺറൈസ് ഉണ്ടാവുന്നത്. ഈസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്തുണ്ടാവുക മക്കളെ? ഈസ്റ്റിൻ്റെ നേരെയുള്ള ഓപ്പോസിറ്റ് സൈഡിലാണ് എന്തുണ്ടാവുക മക്കളെ? വെസ്റ്റ്. അപ്പം ഈസ്റ്റിന് നേരെ ഓപ്പോസിറ്റാണ് എന്ത് ചെയ്യുന്നത്? വെസ്റ്റിൽ, അതായത് സൂര്യൻ അസ്തമിക്കുന്നത് അല്ലേ. അപ്പം ഈസ്റ്റിൽ സൺറൈസ്, അതിൻ്റെ നേരെ പുറകിലാണ് എന്ത് ചെയ്യുന്നത്? സൂര്യൻ അസ്തമിക്കുന്നത്. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? അപ്പോൾ ഇവിടെ ഒരു ബോയുടെ പിക്ചർ നിങ്ങൾ കണ്ടോ? ബോയുടെ ഒരു പിക്ചർ കണ്ടോ നിങ്ങൾ? ഓക്കെ, അപ്പോൾ ആ ബോയ് വന്നിട്ട് എന്ത് ചെയ്യാണ്? സൂര്യൻ ഉദിക്കുന്ന വശത്തേക്ക് തിരിഞ്ഞു നിൽക്കുക. അതായത് സൂര്യൻ എവിടെയാണോ, ഏത് വശത്താണോ എല്ലാ ദിവസവും മക്കൾ കാണുന്നത്, ആ ഭാഗത്തേക്ക് പോയി തിരിഞ്ഞ് സൂര്യനെ നോക്കി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇത് ഈ ഒരു കാണുന്ന ബോയുടെ പിക്ചർ നിങ്ങളാണെന്ന് വിചാരിക്കുക. അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന സ്ഥലം ഏതാണ് വരിക? ഏതാണ്? ഈസ്റ്റ് ആണ് വരിക അല്ലേ. അപ്പം നിങ്ങൾ അതിന് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ഫേസ് എവിടേക്കാണുള്ളത്? സൂര്യന് നേരെയില്ലേ? അത് ഏതാണ് ഡിറക്ഷൻ? അത് ഏതാണ് ദിക്ക് വരുന്നത്? യെസ്, ഈസ്റ്റ് ആണ് വരുന്നത് അല്ലേ. ഇനി നിങ്ങളുടെ തൊട്ട് പുറകിൽ, അതായത് ഈ ഫ്രണ്ട് ഏതാണ്? ഈസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഫ്രണ്ട് ഏതാണ് വരിക? ഈസ്റ്റ്. ഫേസ് വരിക ഈസ്റ്റ് ആണ്. അവൻ്റെ ഈ പുറകുവശം ഏതാണ് മക്കളെ? ഈസ്റ്റിന് തൊട്ട് ഓപ്പോസിറ്റ് ഉള്ളത് ഏതാണ് നമ്മൾ പറഞ്ഞു? ഏതാണ്? വെസ്റ്റ് ആണ്. ഇതിൽ രണ്ടിലും സംശയമില്ലല്ലോ. ഈസ്റ്റ്, വെസ്റ്റ്. നമുക്ക് മലയാളം മീഡിയത്തിലോട്ട് ഒരിക്കൽ കൂടി വരാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിഫൈ ഉണ്ടായിരിക്കും. അപ്പം ഈസ്റ്റ് നമുക്കറിയാം, വെസ്റ്റ് നമുക്കറിയാം. ഇനി നമുക്കറിയേണ്ടത് ഏതൊക്കെയാണ് മക്കളെ? സൗത്തും നോർത്തും നമുക്കറിയണം അല്ലേ. സൗത്തും നോർത്തും ആണ് ഇനി നമുക്കറിയേണ്ടത്.
ഇനി നോക്കിക്കുക മക്കളെ, നമുക്കിപ്പം ഈസ്റ്റും വെസ്റ്റും ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ. ഇനി നിൽക്കുന്ന ആ ബോയ്, അതായത് നിങ്ങളുടെ വലതുവശം, അതായത് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഏത് ഭാഗത്തേക്കാണുള്ളത് മക്കളെ? റൈറ്റ് ഹാൻഡ് ഉള്ളത് ഈ ഒരു പിക്ചർ മക്കൾ നോക്കുക കേട്ടോ. അവിടെ റൈറ്റ് ഹാൻഡ് എവിടേക്കാണുള്ളത്? യെസ്, ഈ സൗത്തിലേക്കാണുള്ളത് അല്ലേ. എവിടേക്കാണുള്ളത്? സൗത്തിലേക്കാണ് റൈറ്റ് ഹാൻഡ് ഉള്ളത്. ഇനി ലെഫ്റ്റ് ഹാൻഡ് എവിടേക്കാണുള്ളത്? നോർത്തിലേക്കാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഓർക്കുക, നിങ്ങൾ സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് സൂര്യൻ നിങ്ങളുടെ ഫേസ് എവിടേക്കായിരിക്കും? ഈസ്റ്റിലേക്കായിരിക്കും. നിങ്ങളുടെ പുറകുവശം എവിടേക്കായിരിക്കും? വെസ്റ്റിലോട്ടായിരിക്കും. നിങ്ങളുടെ റൈറ്റ് ഹാൻഡ്, അതായത് നിങ്ങളുടെ വലതുവശം എവിടേക്കായിരിക്കും മക്കളെ? വലത് കൈയുള്ള സൈഡ്, അതാണെന്ത്? സൗത്ത് എന്ന് പറയുന്നത്. ഇനി ഇടത് കൈയുള്ള വശമാണ് എന്തെന്ന് പറയുന്നത്? നോർത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. ഇനി നമുക്ക് മലയാളത്തിൽ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ മക്കൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ പേര് ഓർത്തിരിക്കണം. ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന ബോയ് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എവിടേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്? എവിടേക്കാണ്? സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്കാണ് നിൽക്കുന്നത് അല്ലേ. സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്കാണ് നിൽക്കുന്നത്. അവിടേക്ക് നമ്മൾ എന്തെന്നാണ് പറയുന്നത്? സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തെ നമ്മൾ കിഴക്ക് എന്നാണ് പറയുന്നത് അല്ലേ. എവിടെയാണ് ഉദിക്കുന്നത്? അപ്പം ഈ ഒരു സൈഡ് കിഴക്കാണ്. ഇനി അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് നിങ്ങളുടെ പുറകു വശം എന്താണ് മക്കളെ? യെസ്, പടിഞ്ഞാറാണ് വരുന്നതിൽ. എന്താണ്? അവിടേക്ക് പടിഞ്ഞാറ്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്, സൂര്യൻ അസ്തമിക്കുന്നത് പടിഞ്ഞാറാണ്. ഇതൊക്കെ ഏത് കേസിലാണ് മക്കളെ? നിങ്ങൾ സൂര്യൻ ഉദിക്കുന്ന വശത്തേക്ക് വേണം നോക്കിയിരിക്കാൻ കേട്ടോ. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്, അവിടേക്ക് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് ഉള്ളത് കിഴക്ക് വശത്തേക്കാണ്, നിങ്ങളുടെ പുറകുവശം ഉള്ളത് പടിഞ്ഞാറാണ്. ഇനി നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ വലതുവശം ഉള്ളത് എന്തായിരിക്കും മക്കളെ? തെക്കായിരിക്കും. നിങ്ങളുടെ വലതുവശമുള്ളത് തെക്കാണ്. അതുപോലെ തന്നെ ഇടത് കൈയുള്ളത് ഏതായിരിക്കും? വടക്ക് വശത്തോട്ടായിരിക്കും. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? നാളെ രാവിലെ തന്നെ സൂര്യൻ ഉദിക്കുമ്പോൾ നോക്കുക, ഏത് സൈഡിൽ നിന്നാണ് സൂര്യൻ ഉദിച്ചു വരുന്നത് എന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടേക്ക് ഫേസ് ചെയ്ത് നിൽക്കുക. അപ്പം അതേതായിരിക്കും വശം മക്കളെ? ഏതാണ് ദിക്ക് വരിക? കിഴക്കാണ് വരിക. നിങ്ങളുടെ തൊട്ട് പുറകെ ഏതായിരിക്കും വരിക? പടിഞ്ഞാറാണ് വരിക. നിങ്ങളുടെ വലത് കൈയുള്ള വശം എവിടെ വരും? തെക്കാണ് വരിക. ഇടത് കൈയുള്ളത് ഏതാണ് വരിക? വടക്കാണ് വരിക. അതൊന്ന് മനസ്സിലായോ മക്കളെ? അപ്പം നിങ്ങൾ ഇതനുസരിച്ചാണ് ദിക്കുകൾ അഥവാ ഡിറക്ഷൻസ് മക്കൾ നോക്കേണ്ടത്. അപ്പം ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത് അല്ലേ. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. മക്കൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ? എല്ലാവരും എന്ത് ചെയ്യുക? അത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രവർത്തനത്തിലോട്ട് പോവാം കേട്ടോ. അതിന് മുന്നേ ആയിട്ട് നമ്മൾ തൊട്ട് മുന്നേ ഉള്ളൊരു കാര്യം മിസ് പറഞ്ഞിട്ടില്ല, അതുകൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു പ്രവർത്തനത്തിലോട്ട് പോവാം. ഓക്കെ, വാട്ട് ആർ ദി മെത്തേഡ്സ് യൂസ് ടു ഫൈൻഡ് ദി ഡിറക്ഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മുടെ ദിക്ക് കണ്ടെത്താൻ എന്തെല്ലാം മാർഗങ്ങളാണ് ദിക്ക് കണ്ടെത്താനായിട്ടുള്ളത്. ഇപ്പം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തുല്ലേ, എന്താണ്? നമ്മുടെ സൂര്യൻ്റെ സ്ഥാനം നോക്കിയിട്ടില്ലേ? എന്താണ്? ഒബ്സർവിങ് ദി പൊസിഷൻ ഓഫ് ദി സൺ അല്ലേ. സണ്ണിൻ്റെ സ്ഥാനം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഏതാണ് ഡിറക്ഷൻ, ഏതാണ് ദിക്ക് എന്നുള്ളത് പറയാനായിട്ട് പറ്റും. ഇപ്പം നമുക്കും പറ്റില്ല മക്കളെ. സൺ എവിടെയാണുള്ളത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് വശമാണ് തെക്ക്, ഏത് വശമാണ് കിഴക്ക്, ഏതാണ് പടിഞ്ഞാറ്, ഏതാണ് വടക്ക് എന്നുള്ളത് പറയാനായിട്ട് പറ്റും അല്ലേ. അടുത്തത് ഒബ്സർവിങ് ഷാഡോസ്. എന്താണ് ഒബ്സർവിങ് ഷാഡോസ് എന്ന് പറഞ്ഞാൽ? നിഴൽ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിക്ക് കണ്ടെത്താനായിട്ട് പറ്റും. കുറേ മുന്നേ ഉള്ള കാലങ്ങളിലൊക്കെ നമ്മൾ ആ രീതിയിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ ദിക്കുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ദെൻ പിന്നെ ചില നക്ഷത്രങ്ങളെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഡിറക്ഷൻസ് നമ്മൾ ഏതാണെന്നുള്ളത് കണ്ടെത്താൻ പറ്റും കേട്ടോ. ഒബ്സർവിങ് സെർട്ടൈൻ സ്റ്റാർസ് കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് യൂസിങ് മൂൺ അല്ലേ. അത് മൂണിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറക്ഷൻസ് പറയാൻ പറ്റും. അതുപോലെ തന്നെ യൂസിങ് എ കോമ്പസ് അല്ലേ. ഒരു കോമ്പസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആ ഒരു നമ്മുടെ ഡിറക്ഷൻ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ മക്കളെ, അപ്പോൾ കോമ്പസിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ അടുത്ത ഭാഗത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കതിലുള്ള ചെറിയൊരു വർക്കിലോട്ട് പോകാം. നോക്കിക്കേ മക്കളെ, അവിടെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ നമ്മുടെ ആ ഒരു പിക്ചറിൽ കണ്ട പോലെ തന്നെയുള്ള ഒരു പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് മക്കളെ? അവിടെ സൺ റൈസിങ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, സൂര്യന് ഉദിച്ച് വരുന്നത് കാണാം. അപ്പോൾ അതിനെ ഫേസ് ചെയ്തുകൊണ്ട് എന്ത് നിൽക്കുന്നുണ്ട് മക്കളെ? അവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് ആ ഒരു ചിത്രത്തിൽ കാണാം. അഹാൻ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യൻ ഉദിക്കുന്ന ആ ഒരു വശത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കാം മക്കളെ, ഏത് വശമാണ് എന്നുള്ളത്. നമ്മുടെ ചോദ്യം മിസ് ആദ്യം ഒന്ന് വായിക്കാം കേട്ടോ. നോക്കിക്കേ, ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദി സൺ അപ്പിയർ ടു റൈസ്? അതായത്
സൂര്യൻ ഉദിക്കുന്നതായി കാണപ്പെടുന്നത് ഏതു ദിക്കിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതു ദിക്കിലേക്ക് നോക്കിയാണ് അഹാന നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അഹാനയുടെ പിറകുവശം ഏത് ദിക്കായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അഹാനയുടെ ഇടത് ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്, അതുപോലെ തന്നെ വലത് ഭാഗമോ എന്ന് ചോദിക്കുന്നു. നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും നമ്മുടെ ചോദ്യത്തിലുണ്ട്. നമ്മൾ ഓൾറെഡി ആ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ അഹാന ഏതാണ് മക്കളെ? അഹാന ഇതാണ് അഹാന. ഓക്കെ, ഇനി ഏതാണ് നമ്മുടെ സണ്ണ്? ഇതാണ് നമ്മുടെ സണ്ണ്. അത് രണ്ടും അറിയാലോ മക്കൾക്ക്. സണ്ണ് റൈസ് ചെയ്തുന്ന ഭാഗവും നമുക്കറിയാം, അഹാന എവിടേക്കാണ് തിരിഞ്ഞിരിക്കുന്നതും അറിയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൂര്യൻ ഉദിച്ചു വരുന്ന ഭാഗത്തേക്ക് ഫേസ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണം നിൽക്കാനായിട്ട്. അങ്ങനെയല്ലേ അഹാന നിൽക്കുന്നത്? ഇനി നമുക്ക് പറഞ്ഞൂടെ മക്കളെ, സൂര്യൻ ഉദിച്ചു വരുന്ന ഭാഗം ഏതാണ് മക്കളെ? സൂര്യൻ ഉദിച്ചു വരുന്ന ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞു. സൂര്യൻ ഉദിച്ചു വരുന്ന ഭാഗം ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു. പിക്ചർ നോക്കിക്കേ. സൂര്യൻ എവിടെയാണ് ഉദിച്ചു വരുന്നത്? നമ്മുടെ ഈസ്റ്റ് അഥവാ കിഴക്കാണ് എന്ത് ചെയ്യുന്നത്? സൂര്യൻ ഉദിച്ചു വരുന്നത്. അപ്പം ഇവിടെ എന്താണ് മക്കളെ? സൂര്യൻ ഉദിച്ചു വരുന്ന ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് പറയും? യെസ്, നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ആരോ ഇട്ട് വെക്കാം കേട്ടോ. അപ്പം ഇവിടെ എന്താണ് മക്കളെ? സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ഭാഗത്തെ നമുക്ക് എന്ത് പറയാം? ഇവിടെയാണ് എന്തെന്ന് പറയുന്നത്? ഈസ്റ്റ് എന്ന് പറയുന്നതിൽ എന്താണ്? ഈസ്റ്റ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? അതാണ് എന്ത്? ഈസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്താ അറിയാം മക്കളെ? അവൻ്റെ തൊട്ട് പിറകു വശം, അഹാനയുടെ തൊട്ട് പിറകു വശം എന്തായിരിക്കും? അവിടെ ഈസ്റ്റ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എന്ത് വരും? ഈസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് എന്ത് വരും? യെസ്, വെസ്റ്റ് വരൂല്ലേ? എന്ത് വരും? വെസ്റ്റ് വരും. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പടിഞ്ഞാറ് കേട്ടോ. നമുക്ക് മലയാളത്തിൽ ഒരിക്കൽ കൂടി പറയാം. അപ്പോൾ ഈസ്റ്റ് നമ്മൾ പറഞ്ഞു, വെസ്റ്റ് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് നമ്മൾ നോക്കേണ്ടത്? അഹാനയുടെ വലതുവശവും ഇടതുവശവുമാണ് നോക്കേണ്ടത്. നമ്മൾ പറഞ്ഞു വലതുവശമാണെങ്കിൽ എന്താണ് മക്കളെ? അഹാനയുടെ വലതുവശമാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്? അതാണ് തെക്ക് അഥവാ സൗത്ത്. അപ്പോൾ ഇവിടെ ഏത് വരും മക്കളെ? ഇതാണ് സൗത്ത് വരിക. അതിന് നേരെ അടുത്തത് ഇടതുവശമുള്ളത് എന്താണ് വരിക? നോർത്ത്. മനസ്സിലായോ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പം ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ് വരും, ഇത് വെസ്റ്റ് വരും, ഇത് നോർത്ത് വരും, ഇത് സൗത്ത് വരും അല്ലേ? ഓക്കെ മക്കളെ, അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? കിഴക്കാന്ന് പറഞ്ഞു. കിഴക്കിന് നേരെ ഓപ്പോസിറ്റ് ചെയ്ത് വരും? പടിഞ്ഞാറ് വരും. പിന്നെ വലതുവശമുള്ള ഈ ഒരു സ്ഥലത്ത് സൗത്തിനെ നമ്മൾ എന്തെന്ന് പറയും? സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്കാണ്. അതുപോലെ തന്നെ നോർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വടക്കാണ്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആ പൊസിഷൻ എല്ലാം കണ്ടെത്തി. ഇനി നമ്മുടെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ നമുക്ക് വളരെ ഈസി ആയിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, നമ്മുടെ ഫസ്റ്റ് ചോദ്യം എന്താണ്? ഇൻ വിച്ച് ഡിറക്ഷൻ ഡസ് ദി സൺ അപ്പിയർ ടു റൈസ് എന്നാണ് ചോദിച്ചത്. അതായത് സൂര്യൻ ഉദിക്കുന്നതായി കാണപ്പെടുന്നത് ഏതു ദിക്കിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ദിക്കിലാണ് മക്കളെ? ഈസ്റ്റിലാണ് അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതണം? ഈസ്റ്റ് എന്ന് വേണം എഴുതാനായിട്ട്. അതായത് മലയാളം മീഡിയത്തിലോട്ട് വരുമ്പോൾ കൂട്ടുകാരവിടെ കിഴക്ക് എന്ന് വേണം എഴുതാനായിട്ട് കേട്ടോ. ഓക്കെ മക്കളെ, അടുത്തത് ടു വിച്ച് ഡിറക്ഷൻ ഈസ് അഹാന ഫേസിങ്? അതായത് ഏത് ദിക്കിലേക്കാണ് ഏത് ദിക്കിലേക്ക് നോക്കിയാണ് അഹാന നിൽക്കുന്നത്? ഏത് ദിക്കിലേക്ക് നോക്കിയിട്ടാണ് മക്കളെ? ഏത് ദിക്കിലേക്കാണ്? യെസ്, കിഴക്കിലേക്ക് നോക്കിയിട്ട് തന്നെയാണ് അല്ലേ? ഈസ്റ്റിലേക്ക് നോക്കിയിട്ട് തന്നെയാണ് ആര് നിൽക്കുന്നത്? അഹാന നിൽക്കുന്നത്. അപ്പോൾ അവിടെയും മക്കൾ എന്ത് എഴുതണം? കിഴക്കെന്ന് എഴുതണം. ഇനി അടുത്ത ചോദ്യം, അഹാനയുടെ പിറകുവശം ഏതു ദിക്കായിരിക്കും എന്നാണ് ചോദിച്ചത്. വിച്ച് ഡയറക്ഷൻ ഈസ് ബിഹൈൻഡ് അഹാന? അഹാനയുടെ പിറകുവശം അതേതാണ് മക്കളെ? ഇവിടെ ഈസ്റ്റ് ആണെങ്കിൽ അതിന് തൊട്ട് പിന്നെ ഏത് വരും? അവൻ തൊട്ട് പിന്നെ വെസ്റ്റ് വരില്ല, അതായത് പടിഞ്ഞാറ് വരും. ഏതാണ് വരിക? പടിഞ്ഞാറ് എന്നാണ് മലയാളം മീഡിയത്തിലെ കൂട്ടുകാർ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ. വിച്ച് ഡയറക്ഷൻ ഈസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് അഹാന? അതായത് നമ്മുടെ അഹാനയുടെ ഇടതുഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇതാണ് ഇടതുഭാഗം കേട്ടോ. ഈ വശം നമ്മൾ ഓൾറെഡി നമ്മുടെ ചിത്രത്തിൽ അടയാളപ്പെടുത്തില്ല. ഏതാണ്? നോർത്ത് സൈഡാണ്, അതായത് വടക്ക്. അപ്പോൾ കൂട്ടുകാരവിടെ മലയാളം മീഡിയമുള്ള കൂട്ടുകാർ വടക്കെന്ന് എഴുതണം, അല്ലാത്ത കൂട്ടുകാർ എന്ത് ചെയ്യുക? നോർത്ത് എന്ന് എഴുതുക. ദെൻ വാട്ട് അബൌട്ട് ദി ഡിറക്ഷൻ ഓൺ ഹർ റൈറ്റ് ഹാൻഡ്? അതായത് റൈറ്റ് സൈഡ് വലതുവശം ഉള്ളതിൻ്റെ ഡയറക്ഷൻ ഏതാണ് മക്കളെ? ദിശ ഏതാണ് വരുന്നത്? യെസ്, സൗത്ത് ആണ് വരുന്നത്. തെക്കെന്ന് എഴുതണം. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ വളരെ സിമ്പിളാണ് മക്കളെ. മിസ് ഇന്ന് പറഞ്ഞിട്ടുള്ള ആ ചെറിയൊരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഈ ഒരു പിക്ചർ മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതാണ് ഡിറക്ഷൻ, ഏതാണ് ദിക്ക് എന്നുള്ളത് മക്കൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്കവിടെ മറ്റൊരു ചോദ്യം ചോദിക്കണം. ഹൗ ക്യാൻ വി ഫൈൻഡ് ദി ഡിറക്ഷൻസ് വെൻ ദി സൺ
ഈസ് നോട്ട് വിസിബിൾ ടു അസ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് സൂര്യനെ കാണാത്ത സമയങ്ങളിൽ നമ്മൾ എങ്ങനെ ദിക്ക് കണ്ടെത്തും അല്ലേ? അപ്പം നമ്മൾ ദിക്ക് കണ്ടെത്താനായിട്ട് വേറെ ഒരുപാട് മെത്തേഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓരോന്നും നമുക്ക് ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കോമ്പസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അത് നമ്മൾ നെക്സ്റ്റ് EVS ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലേക്കൊക്കെ EVSുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നിങ്ങൾക്ക് സയൻസ് എന്നൊരു സബ്ജക്റ്റ് ആയിരിക്കും പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ ബേസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആ കാര്യം മനസ്സിലാക്കിയാലേ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ കാര്യം മക്കൾ നന്നായിട്ട് പഠിച്ചെടുക്കുക. ഓരോ നിങ്ങളുടെ വീട് തന്നെ എവിടെയാണ് ഈസ്റ്റ്, അതുപോലെ തന്നെ എവിടെയാണ് വെസ്റ്റ്, നോർത്ത്, സൗത്ത് ഒക്കെ ഏത് ദിശയാണ് എന്നുള്ളത് മക്കൾക്ക് കണ്ടെത്താനായിട്ട് പറയണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ ഇന്നത്തെ ക്ലാസ് കണ്ടിട്ട് പാഠങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക കേട്ടോ. വെക്കേഷൻ കഴിഞ്ഞ ശേഷം നമുക്ക് കൂടുതൽ സമയം ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.